നിത്യപുരോഹിതനായ ഈശോ മിശിഹ താൻ തന്നെ പിതാവാൽ അയക്കപ്പെട്ടതുപോലെ സ്ലീഹന്മാരെ അയച്ചുകൊണ്ട് തിരുസഭയെ സ്ഥാപിച്ചു. അവരുടെ പിൻഗാമികൾ, അതായത് മെത്രാന്മാർ, തന്റെ സഭയിൽ സമയത്തിന്റെ സമാപ്തി വരെ ഇടയന്മാരായിരിക്കണമെന്ന് അവിടുന്ന് തിരുമനസ്സായി. മെത്രാൻ സ്ഥാനം ഏകവും അവിഭാജ്യവുമായിരിക്കാൻ വേണ്ടി ഭാഗ്യപ്പെട്ട പത്രോസിനെ മറ്റ് സ്ലീഹന്മാരുടെ അധ്യക്ഷനാക്കുകയും അദ്ദേഹത്തിൽ തന്നെ ശാശ്വതവും ദൃശ്യവുമായ വിശ്വാസത്തിന്റെയും കൂട്ടായ്മയുടെയും ആരംഭവും അടിസ്ഥാനവും സ്ഥാപിക്കുകയും ചെയ്തു. റോമ മാർപ്പാപ്പയുടെ പരമാധികാരത്തിന്റെ സ്ഥാപനം, ശാശ്വത സ്വഭാവം, ശക്തി, വിശുദ്ധമായ പ്രാബല്യം എന്നിവയെ പറ്റിയും അദ്ദേഹത്തിന്റെ അപ്രമാദമായ പ്രബോധനാധികാരത്തെ പറ്റിയുമുള്ള വിശ്വാസത്യം ഉറപ്പായി വിശ്വസിക്കാൻ എല്ലാ വിശ്വാസികളോടും രണ്ടാം വത്തിക്കാൻ സുനഹദോസ് ആവർത്തിച്ച് നിർദ്ദേശിക്കുന്നു. ഈ നിർദ്ദേശത്തിന്റെ തുടർച്ചയായി തന്നെ പത്രോസിന്റെ പിൻഗാമിയും മിശിഹായുടെ വികാരിയും സഭ മുഴുവന്റെയും ദൃശ്യതലവനുമായ മാർപ്പാപ്പയോട് ചേർന്ന് മറ്റ് സ്ലീഹന്മാരുടെ പിൻഗാമികളായി ജീവനുള്ള ദൈവത്തിന്റെ ഭവനം ഭരിക്കുന്നവരായ മെത്രാന്മാരെ പറ്റിയുള്ള പ്രബോധനവും എല്ലാവരുടെയും മുമ്പാകെ ഏറ്റുപറയുന്നതിനും പ്രഖ്യാപിക്കുന്നതിനും ഈ സുനഹദോസ് തീരുമാനിക്കുന്നു.